വളയാഭരണങ്ങളൊക്കെ ഇടട്ടെ. ഇക്കാക്ക് ഇവിടെ ലങ്കലില്ലായിട്ട് സമാധാനം. കല്യാണത്തിന് പോവാണ്. ഇന്നത്തെ വിശേഷം നമുക്കൊരു കല്യാണ വ്ളോഗാണ്. കല്യാണ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഇതാ നമ്മളെ റണ്ണിങ് മെറ്റീരിയലിമെന്നാണ് കേട്ടോ. കാരണം ഇതൊക്കെ അടിച്ച് തീർത്തിട്ട് വേണം കല്യാണത്തിന് പോകാൻ. എന്റെ ഏട്ടന്റെ മോന്റെ കല്യാണമാണ് കേട്ടോ. അന്ന് നിക്കാഹ് കഴിഞ്ഞില്ലേ, ഓന്റെ കല്യാണമാണ്. ഇന്നിപ്പോ വ്യാഴാഴ്ച, വ്യാഴം വെള്ളി ശനി ഞായർ കഴിഞ്ഞ് തിങ്കളും ചൊവ്വയാണ് കേട്ടോ കല്യാണം. ഇത് ഞാൻ ഫസ്റ്റ് ദിവസം ഇടാൻ വിചാരിച്ച ഡ്രസ്സാണ് കേട്ടോ. പെണ്ണിന്റെ വീട്ടിലത്തെ കല്യാണത്തിന് യാമിക്കുട്ടിക്കും കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടി നെറ്റിന്റെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാൾ ട്വിന്നിങ് ആയിട്ടൊക്കെ ഇടാം. ഇത് നമ്മളിവിടുത്തെ കല്യാണത്തിന്റെ അന്ന് ഇടാനുള്ള കേട്ടോ. ഇതുകൊണ്ടല്ലോ ഞാനിങ്ങനെ പാനൽ കട്ടായിട്ടുള്ള ലോങ് ഡ്രസ് തയ്ക്കണം വിചാരിച്ചിട്ടുള്ളത്. ഇതിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ ആ ഒരു ലേസ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ കോയിന്റെ ലേസ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ എല്ലാരും വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിക്കുള്ള ലേസ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഏകദേശം ചുരിദാറൊക്കെ റെഡി ആക്കിയിട്ട് പോയിട്ട് വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച കല്യാണത്തിന് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് അന്ന് രാത്രി നമ്മളെ വീട്ടിൽ ഇടാനുള്ളത് മഞ്ഞ കളറാണ് കേട്ടോ. എല്ലാവരും മഞ്ഞ ഡ്രസ്സാണ് ഇടുന്നത് പറഞ്ഞു. അപ്പൊ അതിനുള്ളതാണ് ഈ ഒരു മെറ്റീരിയൽ. ഇത് ഞാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം തയ്ക്കുള്ളൂ, അല്ലെങ്കിൽ എന്റെ അടുത്ത് വേറെ മഞ്ഞ ഡ്രസ് ഉണ്ട്, അത് ഇടയ്ക്കാരും. അപ്പോൾ ഇതിന്റെ ഒക്കെ സ്റ്റിച്ചിങ് വീഡിയോസ് കൊടുക്കണം, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യും വേണം, ഒക്കെ കൂടെയാണ്. അപ്പൊ ഇനി 2-3 ദിവസം ഞാൻ ഈ ഒരു തയ്യൽപുരയിലായിരിക്കും. പറഞ്ഞിട്ട് കല്യാണം വ്ളോഗ് ഒന്നും എടുക്കണ്ട, എന്താ വെച്ചാല് കല്യാണം എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ പോണതും ഒരുങ്ങണതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ 2-3 ദിവസത്തെ ഈ ഒരു കല്യാണ വിശേഷങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് ഒരു വ്ളോഗ്. അപ്പൊ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും എല്ലാ കാഴ്ചകളും ഒറ്റ വ്ളോഗിൽ കാണും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതൊക്കെ തയ്ച്ചിട്ടിട്ട് പോണ ദിവസം കാണാം കേട്ടോ, ഓരോ ദിവസവും. ഇന്ന് ശനിയാഴ്ച ആയിട്ടോ. കല്യാണ ഡ്രസ്സുകളൊക്കെ ഏകദേശം ഒരു രൂപയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേക്കുള്ള ലേസുകളൊക്കെ വേണമെന്ന്. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ലേസ് മേടിക്കാൻ ഓടിപ്പാഞ്ഞ് വന്നപ്പോഴേ നമ്മളെ സ്ഥിരം കാണുന്ന സബ്സ്ക്രൈബർ കൂട്ടുകാരിയാണ്. അത്ര ഡബിളും ഉണ്ട്. ഒരുവിധം ഞങ്ങൾക്കുള്ളതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മളെ ലേസുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം ഉണ്ടായിരുന്നു വേറെ ഇക്കാൻ്റെ ഫ്രണ്ടിന്റെ മോന്റെ കല്യാണം. അപ്പൊ അതിന് പോയിട്ട് ഇപ്പോൾ വന്നിപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളെ കല്യാണ ഡ്രസ്സിന്റെ ഫിനിഷിംഗ് വർക്കാണ്. ഇതാ കല്യാണ ഡ്രസ്സിന്റെ ഷാളാണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ വേറെ ഷാൾ കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും കല്യാണത്തിന് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ കാണാം. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിക്കണമൊക്കെ കുഞ്ഞു കുഞ്ഞു സീനുകൾ കാണിക്കും. വ്യാഴം വെള്ളി ശനി ഞായർ, ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്കൊരു സംഭവത്തിനൊരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസത്തിൻ്റെ അങ്ങേ അറ്റം വരെ നമ്മൾ ഇതെടുക്കും. ശനിയാഴ്ച വരെ സമയമുള്ളെങ്കിൽ ശനിയാഴ്ച തീർന്നിരുന്നു. ഞായറാഴ്ച വരെ സമയമുള്ളതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഇതൊക്കെ ഫിനിഷ് ആയത്. ഇനി അടുത്തത് അയണിങ് പ്രോസസ്സാണ് കേട്ടോ. യാമിക്കുട്ടിക്ക് ചൂട് പ്രമാണിച്ചിട്ട് ഞാൻ സിമ്പിൾ കുപ്പായാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം. സാധാരണ കല്യാണ വ്ളോഗ് നമ്മൾ കല്യാണത്തിന് പോയ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ വിചാരിച്ചിട്ടുള്ളത് കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങൾ, അതായത് കല്യാണത്തിന് പോക്ക്, അതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. പിന്നെ മഞ്ഞ ഡ്രസ്സ് ഞാൻ തയ്ച്ചില്ല കേട്ടോ. പിന്നെ യാമിക്കുട്ടിക്ക് മാത്രം ഒരു മഞ്ഞുടുപ്പ് തയ്ച്ചു. എനിക്കുള്ള മഞ്ഞ ഡ്രസ്സ് ഇവിടെ കാണണം. കല്ലുമുത്തുള്ള ഡ്രസ്സുകളാണ്. യാമിക്കുട്ടീനെ പ്രസവിച്ചപ്പോഴും പ്രഗ്നന്റ് ആയപ്പോഴും ടൈറ്റ് ഫിറ്റ് ആയ കുപ്പായങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ആ മഞ്ഞ കുപ്പായം മഞ്ഞ ഡ്രസ് ഞാൻ ഇതിലില്ല വിചാരിച്ചപ്പോഴൊക്കെ കുറെ മുന്നേ എടുത്തതാണ്. അപ്പൊ ഈ ഒരു മഞ്ഞ കുപ്പായാണ് ഞാൻ തലേ ദിവസം 2-3 ദിവസങ്ങളായിട്ട് തയ്യൽ ഷോപ്പിൽ തന്നെ ഇരുന്നിട്ടോ. തയ്യൽ ഷോപ്പ് മാത്രമല്ല, വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് തയ്യൽ ഷോപ്പിലും. അതുകൊണ്ട് തന്നെ മുഖത്തിനൊക്കെ നല്ല വാട്ടല്ലേ. യാമിക്കുട്ടിൻ്റെ കുഞ്ഞു ക്ലിപ്പുകളാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് കല്യാണത്തിന് പോകുമ്പോൾ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ ഓരോ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരണം കേട്ടോ. അയൺ ചെയ്ത് സെറ്റാക്കി വെക്കണം, മൈലാഞ്ചി ഇടണം, കിടന്നുറങ്ങണം. കല്യാണമായിട്ട് ഇതാ യാമിക്കുട്ടിയൊക്കെ നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ. ഓൾ എങ്ങനെ നീപ്പിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി. കാരണം ഉറക്കം തികഞ്ഞിട്ട് നീക്കണം. ഓൾ ഹാപ്പി ആയിട്ടുണ്ട് ഓടി വരും. കല്യാണം പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഇന്ന് അപ്പാണ് ഒക്കെ ഉണ്ടാക്കുന്നത്. യാമിക്കുട്ടിക്ക് അപ്പം നല്ല ഓളെ തെറ്റിപ്പിക്കാൻ സമയം പോകില്ലല്ലോ, വേഗം കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. പെണ്ണിന്റെ വീട്ടിലത്തെ കല്യാണം കേട്ടോ. കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടിരണം. 10 മണിയാകുമ്പോഴത്തേനും ബസ്സിൽ കയറണം എല്ലാവരും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് രാവിലെ തന്നെ കുളി ആദ്യം ഇങ്ങോട്ട് കഴിച്ചു വെച്ചിട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വേറെ എന്ത് ചെയ്യുമ്പോൾ കുളിക്കാണ്ട് എന്നുള്ള ബേജാറുണ്ടാവില്ലല്ലോ. ഇത് മൈലാഞ്ചൊക്കെ ഇട്ടിട്ടോ. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചുക എളുപ്പമല്ലേ. മുഖത്തെ എണ്ണമയം വരുന്നതിന് നമുക്ക് ജെമീസിന്റെ പൗഡർ ഒന്നിടാം.
ഈ ഫേസ് പാക്ക് ഇട്ട സമയം കൊണ്ട് നമുക്ക് അടിച്ചു വാരി വൃത്തിയാക്കുമൊക്കെ ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരുങ്ങുക പോവുക. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഒക്കെ സെറ്റാക്കി ആമിക്കുട്ടിക്കുള്ളതും ഇടാനുള്ളതും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ മാറ്റി പുറപ്പെട്ട് പോകുമ്പോൾ കാണാം കേട്ടോ. അമ്മന്റെ പോലത്തെ ഡ്രസ്സ് ആമിക്കുട്ടിക്കും. ആമിക്കുട്ടിന്റെ ഒരു കാര്യങ്ങൾ പോവാന്നല്ല ഇവിടെ വാ. ഞാൻ പോവാ. തെറ്റിയല്ലോ എന്നാ വാ. കുട്ടികളെ മുടിയൊന്ന് കെട്ടിക്കണമെങ്കിൽ പല ഇക്കമൊത്തം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളെ ഡ്രസ്സ് മാറ്റൽ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വെള്ളം മസ്റ്റ്. ആമിക്കും കുടിക്കാൻ അടക്കം നമുക്ക് കുടിക്കാൻ. അവൾക്ക് പഴം വാട്ടിയത് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് പുരിഞ്ഞിട്ട് കേട്ടോ. ഉറപ്പിക്കണ്ടേ എങ്ങാനും എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ മാറ്റിയിടാനുള്ള ഒരു കൂട്ട് ഡ്രസ്സ് പമ്പേഴ്സും ഒക്കെയാണ് ഇതിൽ സെറ്റാക്കി വെക്കുക. പിന്നെ വൈറ്റ്സും പിന്നെ എക്സ്ട്രാ മേക്കപ്പ് സാധനങ്ങൾ അതൊന്നും പെഗിൽ വെക്കൂല. പിന്നെ ആവണ പോലെ ഉണ്ടാവും. പിന്നെ ഇടക്കിടക്ക് ഒരു ടച്ചപ്പ്. പണ്ടൊക്കെ അങ്ങനെ ഇടക്കിടക്ക് കണ്ണടി നോക്കണം, ഇടക്കിടക്ക് ടച്ചപ്പ് ചെയ്യണം. പിന്നെ അതിന് മുതിരാറേ ഇല്ല. ഇപ്പൊ പോകുമ്പോ ഒക്കെ ഒരുങ്ങിയൊക്കെ ഉണ്ട് പോകും. എന്താവണ ചാവട്ടെ, അത്രേ ഉള്ളൂ. ചെരുപ്പ് ഞാൻ രാവിലെ കഴുകി വെച്ചതായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡ്രസ് കോഡിലൊക്കെ ഫുള്ളങ്ങനെ വർക്കുള്ള മെറ്റീരിയൽ കൊണ്ട് ഡ്രസ്സ് അടിക്കണം എന്നുണ്ടായിരുന്നു. സാധാരണ റേറ്റ് നോക്കിയിട്ടോ മെറ്റീരിയലൊക്കെ വാങ്ങിക്കല്. ഇത് ഞാൻ റേറ്റ് നോക്കാതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. 650 രൂപ കണ്ട അതിന്റെ മീറ്ററിന്. പിന്നെ എക്കാക്കും ഇങ്ങനെ ലങ്കിട നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഷാളിന് കര വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതി ഇട്ടു. ഷാളിന് ഞാൻ എന്താണെന്നറിയോ, ഇതിമൊക്കെ ഫുള്ള് വർക്കല്ല. ഇത് ഷാളിന്റെ അറ്റത്ത് ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. കൈന്റെ അറ്റത്ത് ഒന്നും ഇല്ലാത്തപ്പോ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഹാങ്ങിങ് ലേസ് വെച്ചു. ഇങ്ങനെ ഫുൾ ലെങ്ത്തിലൊരു ഡ്രസ്സാണ്. നല്ലൊരു ടൈപ്പ് മെറ്റീരിയലിന്റെ ഷാള് മുറിച്ചെടുത്തിക്കാൻ. ഷാള് വീതിയിൽ മടക്കി അടിച്ചിക്കാൻ 2 കരയും. രാമിക്കുട്ടി ഡ്രസ്സ് കാണിച്ചു കൊടുത്താ. രാമിക്കുട്ടിക്ക് ഇതാണ് ചൂട് പ്രമാണിച്ചിട്ട് ചൂട് ഡ്രസ്സാണ്. 2 ലെയർ ആയിട്ടുള്ളതാണ് രാമിക്കുട്ടിയുടെ ഡ്രസ്സ്. ഇതാണ് ഇക്കടെ കോസ്റ്റ്യൂംസ്. അപ്പൊ ഇന്നത്തെ കല്യാണത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം. അലൈക്കും അസ്സലാം. അടുത്ത പുതിയണ്ണും പുതിയ ആപ്പിളിയായി പോണത്. കല്യാണാണേ. ചെറുക്കന്റെ ഒപ്പം ലാസ്റ്റാ വരുന്നത്. വാതില് പൂട്ടാൻ നിന്നതാണ് അല്ലേ? ആ ശല്യം നല്ലോണം ഉണ്ടാവും. പൂട്ടിട്ടേ ആ ഭദ്രമായിട്ട് സ്ഥലത്തികളോ ഞാൻ കണ്ണാടി. ആ നല്ല കണ്ണാടി. ഒന്നും തിരിച്ചോടെ ആ കണ്ണാടി വന്നോളൂ. കയ്യിൽ വെച്ചോ. വീഡിയോ എടുത്ത ശരിയായി. അമ്മായിമ്മ ചെറുപ്പാണ്. പുതിയാപ്പള അതാണ് പുതിയാപ്പള. ആ ഇവ ശരിക്കും പുതിയ എണ്ണായത് ഇപ്പളാല്ലേ? കുടുംബക്കാരാണ്. മൂത്തമ്മാന്റെ മകളാണ്. മൂത്തമ്മാന്റെ മകള് ഫുഡ് കഴിച്ച പിന്നെ ചോറേക്കാൻ വിളിച്ചു കൊടുക്കാൻ പോവാ. രീതിയാണ് കല്യാണച്ചോറ്. ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് പോവാണല്ലേ? നാളെ ഞങ്ങളെ ഏകദേശം
പെണ്ണിന്റെ വീട്ടിലത്തെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വന്നു തിരിച്ചെത്തിയിട്ടുണ്ട്. ചൂടുകൊണ്ട് ആകെ പോകുമ്പോഴത്തെ പോലല്ല ഇപ്പൊ കാണുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവും ഏകദേശം നമ്മളെ രൂപം കണ്ടിട്ട്. രാവികുട്ടിക്ക് ഇങ്ങനത്തെ കുപ്പായങ്ങൾ ഇട്ടൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഹെവി ഡ്രസ് ഇട്ട് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. എന്താ പോയിട്ട് ഓ ഞങ്ങൾ പതുക്കെ സേവനപ്പ് കൂടുന്നേ അത് മെല്ലെ കാണാതെ പക്ഷെ ഇതുവരെ സാധനം കുടിച്ചിട്ടില്ല. അത് സാജങ്ങൾക്ക് കൊണ്ടുപോയി. അപ്പൊ ഇനി വൈകുന്നേരം ഇവിടെ ഞങ്ങളെ വീട്ടിലത്തെ കല്യാണത്തലേന്നാണ് കേട്ടോ. അപ്പൊ ഇന്ന് അതിന് എല്ലാവരും മഞ്ഞ ഡ്രസ് ഇട്ടിട്ടൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് കാണാം അല്ലേ? മെയിൻ ആയിട്ട് ഒന്നും ഉറങ്ങി നീക്കണം, അതാണ് ഉദ്ദേശം. അപ്പൊ ഇനി മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് കാണാം കേട്ടാ. മഞ്ഞൊക്കെ ഇട്ടിട്ടോ പോയ ആകെ ഉയർത്ത് കുളിച്ചിക്കണേ. 4-5 വർഷം മുമ്പൊക്കെയുള്ള ഡ്രസ്സാണ്. അത്ര ഡ്രസ്സൊക്കെ കൂട്ടി വെക്കുകയാണോ കേട്ടോ. പക്ഷെ ഞാൻ ആ സമയത്ത് ഡ്രസ്സുകളൊക്കെ കൊടുക്കും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോന്നും ഉണ്ടാവും. അങ്ങനെ എടുത്ത ഒന്നാണ് കേട്ടോ ഇത്. മഞ്ഞൻ്റെ ആ ഒരു ഉദിപ്പ് കുറക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ തയ്ച്ചത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബോ ഉണ്ട്. മുമ്പ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീല ലേസ് വെച്ച്. യാമിക്ക് ഇതാ ഇവിടെ മഞ്ഞട്ട് റെഡി ആയിരിക്കും. യാമിക്കുട്ടിയുടെ മഞ്ഞെടുപ്പ് കേട്ടോ. യാമി താത്താന്റെ ബ്രദേഴ്സൊക്കെ പാട്ടുകാരാണ് കേട്ടോ, കുറെ ആൾക്കാര്. അതേപോലെ ഇവിടെയുണ്ട് കുറച്ച് പാട്ടുകാരൊക്കെ അല്ലേ. തായപ്പൂക്കാരും ദൂതക്കാരുള്ള മത്സരമാണ്. അപ്പൊ ഇന്ന് പാട്ട് പരിപാടി കാണട്ടോ. അതൊക്കെ എനിക്ക് കുറച്ച് കേൾപ്പിച്ചു. എല്ലാരും മഞ്ഞിട്ടിട്ടില്ലേ? എന്താ ചോപ്പ് മഞ്ഞന്നൊക്കെ പറഞ്ഞിട്ട് ബെൽറ്റ മഞ്ഞ. കണ്ടോ അവരിൽ അനുദിനന്റെ പോരുത്തത്തെ അല്ല 2-4 പേരുണ്ട്. അന്നൊക്കെ നമ്മള് പ്രതീക്ഷിച്ചു. ൊളിപ്പിച്ചു ചേരി പ്രസവണിങ്ങനെ തേക്കിനാക്കൾ പൂക്കളാകി പൊങ്കുളി വന്നല്ല പൊങ്കമേ പങ്കയിലാതെ പാട്ടും കൊണ്ട് താളം പങ്കുകളൊക്കെ പാടി പാട്ടി സ്വരമേളം. അങ്ങനെ നമ്മളെ വീട്ടിലത്തെ കല്യാണ ദിവസമായിട്ട് ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം മിനുക്ക് പണികളാണ് കേട്ടോ. ഡ്രസ്സ് ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരട്ടെ. യാമിക്കുട്ടിനൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആടയാഭരണങ്ങളൊക്കെ ഇടട്ടെ. ഇത് ഗോൾഡ് അല്ല കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഗോൾഡ് സാധാരണ വീട്ടിൽ ഇങ്ങനത്തെ ഫാൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണമൊക്കെ ആകുമ്പോൾ എവിടുന്നേലൊക്കെ ആരയിലൊക്കെ മാല വള അങ്ങനെയൊക്കെ മേടിച്ചിട്ടുമായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചായി. ഗോൾഡൊക്കെ എടുത്തിച്ചിട്ട് ഇതുപോലത്തെ നല്ല രസമല്ലേ. നമ്മളെന്തിനാ പണിക്കൂലിയൊക്കെ കൊടുത്ത് സ്വർണ്ണൊക്കെ ഇതേപോലെ ഉണ്ടാക്കിക്കണം. എന്റെ വെച്ചിട്ട് ഇത്ര 1700 അങ്ങനെ ഇത്രയേ ഉള്ളൂ. എന്റെ ഒരുക്കം കംപ്ലീറ്റ് ആയി. ക്രേപ്പ് സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ. ഇത് ഒരു റെഡ് അല്ല, ഒരു ബ്രിക്ക് ഓറഞ്ചിന്റെ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ഇത് പാനൽ കട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ്. പിന്നെ നമ്മളത് ഹാങ്ങിങ് ലേസ് തൂക്കിയിട്ട് കുഴപ്പമില്ല അല്ലേ. ഷോൾ എപ്പോഴും നമ്മളൊരു 2.5 മീറ്റർ നീളം വേണം കേട്ടോ, എന്നാലുള്ളൂ ഷോൾ ഒരു ഉണ്ടാവുക. കടയിൽ പറയും 2.25 എന്നൊക്കെ, പക്ഷെ 2.5 വേണം. എന്തൊക്കെ കല്യാണത്തിന് പോകാനൊക്കെ തലേ ദിവസം തന്നെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഈ കല്യാണത്തിന് അല്ല ഇവിടെ എപ്പോഴത്തേനും പണികൾ ഒരുക്കിയിരിക്കും. യാമിക്കുട്ടിന്റെ ഡ്രസ്സ് ഇതാട്ടോ, ഡാഗിനി അമ്മൂമ്മന്റെ ഡ്രസ്സാണ്. അവൾക്ക് ചൂടും പുകയൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ല അയ്യൊന്നും ഇല്ലാത്ത സിമ്പിൾ കാറ്റോട്ട കുപ്പായാണ് ഇട്ട് കൊടുത്തു. ഇതൊന്നും പുതിയ അപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറ വെച്ചിട്ട് എടുക്കുക, കാരണം ഇനി ഓരോ ഡിസ്റ്റർബ് ആക്കണ്ട. ആയിക്കോട്ടെ, എന്നാ വേഗം പോയിക്കോളി, നേരമില്ല. പുതിയ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കലേന്ന് പോയി. ആ വീട്ടിൽ നമുക്ക് കാണാൻ പോണേട്ടോ കല്യാണ വീട്ടിക്ക്. അമ്മിക്കുട്ടി ഒരുങ്ങേട്ടോ. ആകെ വിയർത്തൊട്ടിട്ടോ. ഷാൾ ഇവിടെ നൂരി ചാടായിരിക്കും. അവിടെ അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇവിടെയും ഒരു പിൻ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അറ്റം റെഡിയാക്കി വെച്ചതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകില്ല. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഷാളൊക്കെ ഭയങ്കര വെയിറ്റ് അല്ലേ, ഇങ്ങനെ പിടിക്കാം. പിന്നെ ഇവിടെ ഒരു പിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ലെങ്ത് ഉള്ള ആനൽ കട്ട് ചുരിദാർത്തിന് എടുത്ത് മാച്ച് റെഡ് ചെരുപ്പുണ്ടായിരുന്നു. പോയിന്റ് ഹീലാണ്. എന്താവും എന്തോ. അമ്മിനെ കാണിച്ചെടുക്കട്ടെ. കല്യാണത്തിന് പോവാണ്.
കല്യാണത്തിന് പോവാണ്. ഓ യാമിക്കുട്ടി സുന്ദരിക്കുട്ടിയായിക്കണല്ലോ. മേക്കപ്പ് കൊലിച്ചിറങ്ങടി കുട്ടിക്ക് പള്ളിക്കുപ്പായ. പിന്നെ ഇവിടെ ഞാനിങ്ങനെ മുത്തുകൊണ്ട് ഒരു ഡിസൈൻ കൊടുത്തതാണ് കേട്ടോ. എന്റെ അതേ മെറ്റീരിയലാണ്. അടിയിലൊരു ഞെറിവ് കൊടുത്തിട്ടുണ്ട്. ബോയും ആ പീസ് കൊണ്ട് തന്നെ. ഏട്ടന്റെ വീട്ടിലത്തെ കല്യാണത്തിന് പോണ നേരെ 11:30 മണിയായി. ഇന്നത്തെ കല്യാണത്തിന് പട്ടാൻ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ടാവും കേട്ടോ. യാമിക്കുട്ടി വല്ല മേക്കപ്പ് ഒക്കെ ചെയ്തവരെ പോലെ ഫാനൊക്കെ ഇട്ട് പറപ്പിച്ചിട്ട് അങ്ങനെ ഫായിസിന്റെ കല്യാണം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. കല്യാണത്തിന് വന്നു ഇക്ക ആദ്യമേ പറഞ്ഞു കല്യാണത്തിന് വ്ലോഗ് എടുക്കണ്ട, എൻജോയ് ചെയ്യാൻ പറ്റൂല. എന്ന പോലെ കല്യാണത്തിന് എല്ലാരും കണ്ടു, വർത്താനം പറഞ്ഞു, എൻജോയ് ചെയ്തു. കല്യാണ വ്ലോഗ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇപ്പൊ ഏകദേശം കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. നെബിലോട്ടിയും എല്ലാരും വീട്ടിലുണ്ട് കേട്ടോ, എല്ലാരും വീട്ടിലുണ്ട്. യാമിക്കുട്ടി പോലെ പിന്നാലെ വഹിക്കുന്നത്. അപ്പൊ പോണ വഴിക്ക് ഞങ്ങളെ പ്രിയപാലത്തെ പായസം കൂടെ വെച്ചിട്ട് പോവാച്ചിട്ടല്ലേക്കാ. കല്യാണത്തിന്റെ പാട്ടും